ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. സോ എപ്പോഴത്തെ പോലെ അല്ല, നമ്മൾ ഇടയ്ക്കൊക്കെ ചെയ്യുന്ന പോലത്തെ ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്ന് ശരിക്കും ഇത് ശരിക്കും ഒരു പ്ലാനോ? ഓ മൈ ഗോഡ്, യാ റിയലി? നോ, ഐ ഡോണ്ട് നോ. ഓക്കെ, ശ്വേത പറയാൻ നമ്മൾ ആദ്യത്തെ ബ്രൗണി വീഡിയോ ചെയ്തപ്പോഴും ഇതേ ഡ്രസ്സാണെന്നാണ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതൊരു പ്ലാനിങ് ഒന്നുമില്ലാത്തൊരു വ്ളോഗാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ടി വി കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ശ്വേത പറഞ്ഞാണ് ഒരു സ്വീറ്റ് എന്തോ ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണ്, എനിക്കൊരു വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തൊരു വ്ളോഗാണ്. എങ്ങനെ വരുമെന്ന് അറിഞ്ഞൂടാ, ഒരു പ്ലാനിങ്ങും ഇല്ല. ഓക്കെ, ഇതൊരു അതിപ്പോ തിന്നു കഴിയുമ്പോ ഏതാണ്ട് മിക്കവാറും ഫണ്ണി ആവും. ശരിക്കും ഇപ്പോൾ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കിപ്പോൾ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റിയൊരു ഇതാണ് വീട്ടിനകത്ത് നിൽക്കുന്ന കുക്കിംഗ് വ്ളോഗ്സ്. ശ്വേത ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഡെയിലി കുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡെയിലി ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടൊരു സാധനം കിട്ടുവാണെങ്കിൽ നമുക്കതിനെ വെച്ച് ഒരു വ്ളോഗ് ഉണ്ടാക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ഏതോ ഒരു എന്നത് സ്വീറ്റ് പൊട്ടറ്റോ. ശരി, എന്താണ് സംഭവം എന്ന് ശ്വേത തന്നെ പറയും. എന്താണ് സംഭവം? ஓகே ஸ்வீட் பொட்டேட்டோ பேக் பண்ணி அது மேலே கொஞ்சம் சீஸ் போட்டு திரும்ப கொஞ்சம் நேரம் பேக் பண்ணி எடுத்து ஆயிடும். ஐ ஹவ் ஜஸ்ட் சீன் ஆல் தி வீடியோஸ் அண்ட் பீப்புள் வந்து they have told that it's very good. ரொம்ப நல்லா இருக்குன்னு சொன்னாங்க. நம்ம சரி ஒரு பொட்டேட்டோ வந்தது நம்ம எப்போவுமே நார்மலாக நம்ம ஸ்டீம் பண்ணி சாப்பிடுவோம். ഇവൻ സാധന മാട്ടാ, എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര സ്വീറ്റ് പൊട്ടറ്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല. എനിക്കറിയാം അത് ഭയങ്കര ഹെൽത്തിയാണ്. സ്റ്റിൽ ഞാൻ ഓക്കെ, ഞാൻ സ്വീറ്റ് പൊട്ടറ്റ് അങ്ങനെ ഫാനല്ല. പക്ഷെ ഇന്നിപ്പോ ശ്വേത ഏതോ ചീസൊക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കാന്ന് പറഞ്ഞാണ്. എന്തോ കൊറിയൻ ഡിഷാണോ അത്? ഏതോ ഒരു കൊറിയൻ എവിടെന്നോ കണ്ട വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാൻ പോവാണ്. ഉറപ്പൊന്നുമില്ല. ഇപ്പൊ നമ്മൾ നേരത്തെ ബ്രൗണി ഉണ്ടാക്കിയതുപോലെ തന്നെയാണ്. ഇതിന് വലിയ ഉറപ്പൊന്നുമില്ല. എന്നാലും ഒരു ട്രസ്റ്റിന്റെ പുറത്തങ്ങ് പോകുന്നു, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ വേറൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വ്ളോഗിലേക്ക് കടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു കുക്കിംഗ് വീഡിയോയ്ക്ക് സ്വാഗതം, കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. ബൈ. Sorry, let's start. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഇൻട്രൊഡക്ഷൻ കൂടി. എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ്? സ്വീറ്റ് പൊട്ടറ്റോ നമ്മളെപ്പോഴോ മേടിച്ച് വെച്ചിരുന്നത് ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഞാൻ കഴിക്കാത്തതുകൊണ്ട് ഇപ്പോൾ ശ്വേത മാത്രമേ അത് എപ്പോഴെങ്കിലൊക്കെ എടുത്ത് വേവിച്ച് കഴിക്കാറുള്ളൂ. ഓവൻ ഇവിടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് എന്താണ് ഇതിന്റെ പേര്? ഈ ഡിഷിന്റെ പേരെന്താണ്? ശരി, ഒരു പേരിട്, ഈ ഡിഷിനൊരു പേരിട്. കൊറിയൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പേര് നോക്കട്ടെ, ഇതിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇതിനൊരു പേരിടണം എന്തായാലും. കഴുകിയിട്ട് നമ്മളതിനെ ഹാഫായിട്ട് കട്ട് ചെയ്യുന്നു അല്ലേ? നമ്മൾ ആ സ്വീറ്റ് പൊട്ടറ്റോനെ രണ്ട് ഹാഫായിട്ട് കട്ട് ചെയ്തു. ആയിക്കോളാം കേട്ടോ, ക്ലീൻ കട്ട്. ഈ ക്ലീൻ കട്ടല്ല, ലാസ്റ്റ് താഴെ കുറച്ച് ഉണ്ട്. രണ്ടാമത്തെ തന്നെ നമ്മളിത് കട്ട് ചെയ്യുന്നു. ഓലിവ് ഓയിൽ ഓക്കെ ഓക്കെ, ഓലിവ് ഓയിൽ ഉണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്ന എണ്ണ ഏതാ? ഗ്രൗണ്ട്നട്ട് ഓയിലാണ്. ഗ്രൗണ്ട്നട്ട് ഓയിലാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത് കുറച്ച് നമ്മളിത് സ്വീറ്റ് പൊട്ടറ്റോയുടെ മുകളിൽ നമ്മളിത് ഇങ്ങനെ തടവി വിടുകയാണ്. ഇതൊരു ഹെൽത്തി ഡിഷാണോ? ലൈക്ക് ഇതേപോലെ ഇത് മീൻസ് നമുക്ക് ഇപ്പോൾ ഡയറ്റ് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഓക്കെ ഓക്കെ, അത് കറക്റ്റാണ്. ബ്രൗണി വീഡിയോയിൽ എനിക്ക് ചെറിയ പണി കിട്ടിയത് കൊണ്ട് ഞാൻ ഇത് കഴിച്ചിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ വേണോ വേണ്ടെന്നുള്ളത്. ബട്ട് അത് എല്ലാവർക്കുമേ അത് പിടിക്കാതില്ല. ഓക്കെ,
അതിന്റെ 2 സൈഡും തടവുക. ഓക്കെ, 2 സൈഡും നമ്മൾ ചെറുതായിട്ട് തടവുന്നു. നമ്മളിത് ജസ്റ്റ് ഓയിൽ തടവിയിട്ട് നമ്മളിത് ഓവനകത്തോട്ട് വെക്കാൻ പോവാണ്. ഹീറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര നേരം പ്രീ ഹീറ്റ് ചെയ്തു? എത്ര ടെമ്പറേച്ചറിൽ? ഓക്കെ, നമ്മള് ഒരു 10 minutes 200 Fahrenheit ലോ ഹീറ്റിംഗ് മോഡിൽ വെച്ചിരിക്കും. ഓക്കെ, ഒരു 10 minutes அப்புறம் திரும்ப സ്വിച്ച് பண்ணிட்டு ഓക്കെ നമ്മളൊരു 10 minutes അത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് 200 Fahrenheit വെച്ചിട്ട് നമ്മൾ ലോ ഹീറ്റിംഗ് മോഡിൽ വെച്ചിട്ട് നമ്മൾ അതിനകത്തോട്ട് നമ്മളിപ്പോൾ ചെയ്ത സാധനം അതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. സ്വീറ്റ് പൊട്ടറ്റോ. ഇത് വരുമ്പോഴത്തേക്കും ബാക്കി പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പറഞ്ഞു വന്നത് ഓൺ എ ഡെയിലി ബേസിസ് ഇപ്പോൾ എനിക്ക് അധികം സുപരിചിതമല്ലാത്ത കുറേ ഡിഷസ് ശ്വേത ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഇപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുന്നുണ്ട്. കാരണം ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എനിക്കറിയത്തില്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ ഒരുപാട് കൂടുതൽ മലയാളീസ് അതായിരിക്കണം, தெரியாது. അപ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു തമിഴ് ഡിഷ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെടുക്കണമെന്നുണ്ട്. പക്ഷേ നമുക്ക് ഡെയിലി ഇതേപോലുള്ള പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലാതെ ചുമ്മാ നമുക്ക് വീഡിയോ എടുത്താൽ അലമ്പ് വീഡിയോ ആയിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഡെയിലി എന്തെങ്കിലുമൊക്കെ എടുക്കാത്തത്. ഡെയിലി ആക്ച്വലി ഞാൻ അധികം ടേസ്റ്റ് ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് ഡിഷസ് ഒക്കെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇനിയിപ്പോൾ പ്രിപ്പറേഷൻ ചെയ്ത് നമുക്ക് വേറെ ഡിഷസ് ഇതേപോലെ തമിഴ് സ്റ്റൈല് ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങൾ നമുക്ക് പതുക്കെ ഓരോന്നിട്ടിട്ടാണ് നമ്മുടെ ചാനലിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സംഭവം ഏതാണ്ട് വെന്തൊരു പരുവായിട്ടുണ്ട്. സ്വീറ്റ് പൊട്ടറ്റോ നമ്മൾ ഓവനിൽ നിന്ന് എടുക്കുകയാണ്. നല്ല ശരി സ്മെല്ല് വരുന്നുണ്ട്. എന്തിൻ്റെ മണം കിട്ടുന്നത്? സ്വീറ്റ് പൊട്ടറ്റോയുടെ മണം തന്നെയാണ്. അങ്ങനെ വെച്ചാൽ ഓയിലും കൂടെ തമ്മിലത്തേക്ക് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളിത് കുറച്ചുകൂടി വേവിക്കാനുണ്ട്. നമ്മളിത് ഫുള്ളായിട്ട് അത് വെന്ത് കിട്ടിയില്ല. നമ്മൾ ആക്ച്വലി ഒരു 50 minutes ആയുള്ളൂ അല്ലേ വെച്ചിട്ട്? 10 minutes ആയുള്ളൂ. ഇനി നമുക്കിത് കുറച്ച് നേരം കൂടി വേവിക്കണം. ഇത് ശരിക്കും ഇതിൻ്റെ സ്കിന്ന് ബ്ലാക്ക് കളറാണ്. ഇപ്പോഴത്തെ ബ്ലാക്ക് ഇല്ല, கொஞ்சம் அது வேந்தா போதும், அது தெரியும் அப்படி வந்துச்சா இல்லையா. ഓക്കെ, നല്ലതായിട്ട് വേവിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 10 minutes അല്ല കുറച്ചുകൂടി വേഗമുണ്ട്. നമ്മൾ വീണ്ടും ഓവനിലോട്ട് വെക്കുവാണ്. വെക്കുന്നു, അടയ്ക്കുന്നു. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ എല്ലാം കൂടി ഒരു 30 minutes മുകളിലായി കാണും. നമ്മൾ വെച്ചിട്ട് ഇത് എടുക്കുവാണ്. നല്ല കുക്ക്ഡായി നല്ല ബേക്ക് ആക്കണ്ട. ഇതേപോലെ വിട്ട് വരണം അല്ലേ? ഇങ്ങനെ നമ്മൾ ആക്കുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ എടുക്കുന്ന പോലെ വരണം. ഇത് ഇപ്പടി വന്ന് നല്ല മസ്റ്റിട്ട്. ഓക്കെ, ഇത് നമ്മൾ നല്ല സ്മാഷ് ചെയ്യുക. കൈ പൊള്ളാതെ നോക്കുക. ശ്വേതയുടെ കൈ പൊള്ളി. നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഹാൻഡിൽ വിത്ത് കെയർ. ഇനി ഇതിനെ ബേക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ തിരിച്ച് ഒട്ടിച്ചേക്കകത്ത് വെക്കേണ്ട കാര്യമുണ്ടോ? ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഇനി ചീസ് ബട്ടറും ആഡ് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ ഇതേപോലെ തന്നെ ഒട്ടിച്ചേക്കകത്ത് വെക്കുന്നുണ്ട്. അത് നമുക്ക് വൈകിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് പോലെ അല്ലേ? ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, സ്വീറ്റ് ആൻഡ് സേവറി ഇത് ഡിഷിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മളിപ്പം കുറച്ച് സ്വീറ്റ് ആയിട്ടാണ് ആകുന്നത്. നമ്മൾ രണ്ടുപേരും സ്വീറ്റ് ടൂത്തുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് സ്വീറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനാണ്. ബ്രൗണി, ഹൽവ അതൊക്കെ ഓർമ്മയാണല്ലോ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഓക്കെ, നമ്മളിതാ ഇതിലോട്ട് ബട്ടർ അല്ലേ? ചീസ് സോറി, ഇല്ല എനിക്ക് தெரியும். അതല്ല ഉദ്ദേശം, ഞാൻ മാറി. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ചീസ് നമ്മളിതാ ഗ്രേറ്റ് ചെയ്തിടുന്നു. നൈസ്. അതേപോലെ തന്നെ ബട്ടറും കുറച്ചായിട്ട് നമ്മൾ ഓരോ ഇതിലോട്ട് ആഡ് ചെയ്യുന്നു. ഇത് ഡെയിലി കഴിക്കാൻ നിൽക്കണ്ട. ഡെയിലി കഴിച്ചാൽ നന്നായിട്ട് പണി കിട്ടാൻ സാധ്യത. ഗുഡ് ഫാറ്റാ இருந்தாலும் எந்த ஃபேட்டா இருந்தாலும் நமக்கு ஒரு அளவுக்கு மேல കഴിக்க கூடாது. ஆக்சுவலி வந்து அந்த காலத்துல எல்லாம் ஆயில் யூஸ் பண்ண மாட்டாங்க, கீ தான் யூஸ் பண்ணுவாங்க. ஓகே, ആക്ച്വലി ഞാൻ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഗീ രാവിലെ കഴിക്കുന്നത് നല്ലതാണെന്നൊക്കെ. അത് ആക്ച്വലി ശരിയായിരിക്കും. കുറച്ചധികം വീഡിയോസിൽ ആൾക്കാരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സ്റ്റിൽ നമുക്ക് ഗീ ആണെങ്കിലും ഇപ്പോൾ ബട്ടർ ആണെങ്കിലും അല്ല ചീസാണെങ്കിലും നമ്മൾ എല്ലാം ഒരു അളവിന് കഴിച്ചാലാണ് അത് നമ്മുടെ ശരീരത്തിന് നല്ലതാവുള്ളൂ.
ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഡെയിലി കഴിക്കാൻ സ്വീറ്റ് എന്നും പറഞ്ഞിട്ട് നമ്മൾ അധികം ഒരുപാട് ബട്ടറും അല്ലെങ്കിൽ ഒരുപാട് ചീസ് ആഡ് ചെയ്ത് പിസ്സ ഒക്കെ നമുക്ക് വൺസ് ഇൻ എ വൈൽ നമ്മൾ ഡെയിലി സാപ്പിട ഇല്ലല്ലോ വൺസ് ഇൻ എ വൈൽ தான் നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിത് ചീസും ബട്ടറും ആഡ് ചെയ്ത സ്വീറ്റ് പൊട്ടറ്റോ നമ്മളൊരു 5 minutes ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ട് ഇതാ ഓണാക്കി. എത്ര ഇതിൻ്റെ ഹീറ്റ് എത്രയല്ല വെച്ചേക്കുന്നത്? 200-ലാണ് ഇത് വെച്ചേക്കുന്നത്. ഇതിപ്പോൾ മെൽറ്റ് ചെയ്ത് ഇറങ്ങുമായിരിക്കും അല്ലേ? നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് മെൽറ്റ് ചെയ്ത് അത് നല്ല എല്ലാം സെറ്റ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഓ ചീസൊക്കെ മെൽറ്റായി, ബട്ടറൊക്കെ അടിപൊളി മെൽറ്റായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ. ഇത് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യേണ്ടി വരുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ചെറിയൊരു ഇല്ല അങ്ങനെയൊന്നുമില്ല. ടേസ്റ്റ് ചെയ്താലും ഞാനത് മുഖത്ത് കാണിക്കില്ല. ഓക്കെ ഓക്കെ ഞാൻ നീ ടേസ്റ്റ് പണ പോറിയാ? ഓക്കെ ശ്വേത പ്രതീക്ഷയ്ക്ക് വിപരീതമായി ശ്വേത ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഗായ്സ്. ഓക്കെ എന്താണ് എനിക്ക് എങ്ങനെ ഉണ്ടായിരിക്കും കഴിച്ചിട്ട് പറ. ഹൗസ് ഇറ്റ് സൊല്ലേ മിക്സ്ഡ് ഇമോഷൻസാ. നീ ഉണ്ടാക്കിയത് ഭയങ്കരമായിട്ട് നല്ലതായതുകൊണ്ടാണോ അതാ? ஓகே அந்த ஸ்வீட் பொட்டேட்டோ மட்டும் சூப்பரா இருக்கு. அந்த பட்டரோட நான் என்ன சொல்றேன்னா சீஸ் பிடிக்காதவங்க சீஸ் போட தேவையில்ல. ஓகே வெறும் அந்த பட்டர் மட்டும் ஃபைனலா போட்டா அந்த டேஸ்ட் நல்லா இருக்கும். ഓക്കെ ഒരു ജെനുവിൻ എന്താണ് ജെനുവിൻ റിയാക്ഷൻ പോലെയാണ് തോന്നിയത്. ഞാൻ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അറിയത്തില്ല ഗുഡ്. ശരിക്കും ഇത് നന്നായിട്ടുണ്ട്. ഈ പറഞ്ഞാൽ ആ ചീസിൻ്റെയും ബട്ടറിൻ്റെയും ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ബട്ടറിൻ്റെ ടേസ്റ്റാണ് കുറച്ചുകൂടി കിട്ടുന്നത്. ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ബ്രൗണിയും നമ്മുടെ ഹൽവ പോലെയൊന്നുമല്ല, അതിനേക്കാളും കുറച്ചുകൂടി മേളം നിൽക്കുന്നത്. ഇത് ഞാനൊരു സ്വീറ്റ് പൊട്ടറ്റോ ഫാനല്ല, പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടു, ശരിക്കും ഇഷ്ടപ്പെട്ടു. കുറച്ചെടുക്കാം. ആക്ച്വലി നല്ലായിരിക്കും, സൂപ്പറായിരിക്കും, ശരിക്കും കൊള്ളാം. അയ്യോ ആദ്യമായിട്ടാണ് ഏതുണ്ടായി നമ്മൾ ബ്ലോഗിൽ ഒരെണ്ണം ഇട്ടാവുന്നത്. കൊള്ളാം കേട്ടോ, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ஆக்சுவலி சாப்பிட எனக்கு சூப்பரா இருக்கு. ஆக்சுவலி நான் செப்டோல தான் ஆர்டர் பண்ணேன், ஸ்டீம் பண்ணி பிரேக்ஃபாஸ்ட் தான் நாங்கள் சாப்பிடுவோம். நான் சாப்பிடுவேன், அதனால சின்னதாக வந்துச்சு. பட் நான் ஒரு டிப்ஸ் என்னன்னா, பெரிய ஸ்வீட் பொட்டேட்டோவா பண்ணால் அந்த எடுக்கிறப்போ ஸ்கூப்பாக நல்லா வருது. சின்னதில் வந்து ஃபுல்லாக காட்டேன், இது கொஞ்சம் நிறைய ஸ்கின் இருக்கு. ஸோ சின்னதை விட இந்த மாதிரி பெருசாக இருக்கிறத வாங்கி பண்ணால் ஐ திங்க் இட் வில் பி குட் டு ஸ்கூப் ആൻഡ് ഈറ്റ്. പറഞ്ഞ പോലെ കുറച്ച് വലിയ സ്വീറ്റ് പൊട്ടറ്റോ വാങ്ങിച്ചിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കത് സ്പൂണിൽ ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്ത് കഴിക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ബട്ടറും ചീസും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ, കാണുമല്ലോ, മീൻസ് അത് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്വീറ്റ് പൊട്ടറ്റോ, ഇച്ചിരി ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് സ്വീറ്റ് പൊട്ടറ്റോ. ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് അറിയാം ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ രണ്ടിൻ്റെയും എനിക്ക് തോന്നുന്നു ആ ടേസ്റ്റും ഇഷ്ടപ്പെടും. നമുക്കൊരു ഡയറ്റി ഒരു സാധനമായിട്ട് തിന്നാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും ഇത്. സ്വീറ്റ് ആയിട്ടും ഉണ്ട്. ബിഗ് തംസ് അപ്പ് ടു ദി ഇതിൻ്റെ പേരിപ്പോഴും ഇട്ടിട്ടില്ല, സ്വീറ്റ് പൊട്ടറ്റോ ഡിഷ് എന്നങ്ങനെ ഇടാം. എന്തുകൊണ്ടാണ് ഇടാം? നല്ല കാച്ചാണല്ലോ. ഇത് ഓൾറെഡി തീരാറായെന്ന് തോന്നുന്നു. അത് ഫുള്ള് ഞാൻ കഴിയും. ഓക്കെ, വിശ്വാസയ്ക്ക് അതെനിക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എന്തായാലും ലാസ്റ്റത്തെ 2 വ്ളോഗ് പോലത്തെ അതിനെക്കാട്ടിലും അത് മോശമെന്നല്ല പറയുന്നത്, എനിക്ക് അതിനെക്കാട്ടിലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പം നമ്മളിപ്പോൾ 3 കുക്കിംഗ് വ്ളോഗ് ചെയ്തു, 4 കുക്കിംഗ് വ്ളോഗ് ചെയ്തു. അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഇത് പറയും. പക്ഷെ എൻ്റെ മുഖത്ത് ഈ പറഞ്ഞ പോലെ വന്ന ജെനുവിനായിട്ട് വരുന്നതുകൊണ്ട് എനിക്ക് എന്താ പറയണ്ട, കഴിച്ച ഉടനെ ചിലപ്പോൾ വാവ് സാധനം ഞാൻ കാണിക്കാറില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം അത് കൊള്ളൂല എന്നല്ല, ശരിക്കും ഇത് കൊള്ളാം കേട്ടോ. ഈ സാധനം നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്ളോഗ്. ഇത് മാത്രമല്ല, നമ്മളിനി വേറെ കുറച്ച് ട്രാവൽ വ്ളോഗ്സ് ഒക്കെ ഇനി വരുന്നുണ്ട്. കുറച്ചധികം ട്രാവൽ വ്ളോഗ്സ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഫുള്ള്, അടുത്ത വ്ളോഗ്സ് വരുന്ന വ്ളോഗ്സൊക്കെ. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഗുഡ് ബൈ. സോറി, ബൈ ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സോറി, എനിക്ക് ഗുഡ് ബൈ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.